ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് പഞ്ചതന്ത്രത്തിലെ മറ്റൊരു കഥയാണ്. അതിന്റെ പേരാണ് വടി ആരുടെയോ എരുമ അവന്റെ. വളരെ കാലം മുൻപ് ഒരു ഗ്രാമത്തിൽ നട്ടു എന്നു പേരായ ഒരു പാൽക്കാരൻ വസിച്ചിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും അയാളെ വളരെ ബഹുമാനിച്ചിരുന്നു. അയാൾ കുട്ടിക്കാലം മുതൽക്കേ തന്റെ പിതാവിന്റെ കൂടെ പാൽ വിറ്റ് വരികയായിരുന്നു. അയാളുടെ പക്കൽ നിരവധി എരുമകൾ ഉണ്ടായിരുന്നു. അയാൾക്ക് തന്റെ എല്ലാ എരുമകളോടും വളരെ സ്നേഹമായിരുന്നു. എന്നത്തെയും പോലെ അയാൾ ഇക്കൊല്ലവും പശുമേളയിൽ എരുമയെ വാങ്ങാൻ പോയി. എങ്ങനെയുണ്ട്? എന്താ സുഖമാണോ? ആ ചേട്ടാ, സുഖം തന്നെ. ചേട്ടൻ പറയേ, ചേട്ടന് സുഖമല്ലേ? എനിക്ക് വളരെ സുഖം തന്നെ. എങ്കിൽ പറയൂ, ഇത്തവണ ഏത് എരുമയെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം നല്ലപോലെ ഒന്ന് നോക്കട്ടെ. നട്ടുവിന് എല്ലാ എരുമകളിലും നിന്ന് ഒരു എരുമയെ വളരെ ഇഷ്ടമാകുന്നു. നട്ടു എരുമയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഈ എരുമ നല്ല ആരോഗ്യമുള്ളതാണെന്ന് തോന്നുന്നു. ഇതിന്റെ പേരെന്താണെന്ന് പറയാമോ? നിങ്ങളുടെ ദൃഷ്ടി അപാരം തന്നെ നട്ടുമായി. ഇതെന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എരുമയാണ്. സ്നേഹം കൊണ്ട് ഞാൻ ഇതിനെ ബസന്തി എന്നാണ് വിളിക്കുന്നത്. ഇവൾ ഒരുപാട് പാല് തരും. ഇവൾ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. അയാൾ ബസന്തിയെ വാങ്ങുന്നു. നട്ടുവിന് തന്റെ ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ ഒരു വനത്തിലൂടെ കടന്നു പോകണമായിരുന്നു. അയാൾ ബസന്തിയെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ ഏതോ ഒരാൾ തന്റെ അടുത്തേക്ക് വരുന്നതായി കാണുന്നു. ആ മനുഷ്യൻ കയ്യിലൊരു മുട്ടൻ വടിയുമായിട്ടാണ് നടന്നിരുന്നത്. അയാൾ നട്ടുവിന്റെ അടുത്ത് എത്തിയ ഉടനെ ആ വടി കാണിച്ചുകൊണ്ട് നട്ടുവിനോട് പറയുന്നു, മര്യാദക്ക് ഈ എരുമയെ എനിക്ക് തന്നേക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ നിന്നെ വച്ചേക്കില്ല. നട്ടു അയാളുടെ പരുഷമായ വാക്കുകൾ കേട്ട് പേടിച്ചു പോകുന്നു. ചേട്ടാ, ചേട്ടൻ എങ്ങനെ അറിയാം ഞാൻ പാൽ വിൽക്കുന്നവനാണെന്ന്? എടാ മന്ദബുദ്ധി, നീ പാൽ വിൽക്കുന്നവനല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്തിനാടാ ഈ എരുമ? അതായിപ്പോ നന്നായ, ഞാൻ എരുമയെ വിൽക്കുന്നവനുമാകാമല്ലോ. നട്ടു പറഞ്ഞത് കേട്ട് അയാൾക്ക് കോപം വരുന്നു. നോക്ക്, കൂടുതലൊന്നും പറയണ്ട. മര്യാദക്ക് ഈ എരുമയെ എന്നെ ഏൽപ്പിക്ക്, ഇല്ലെങ്കിൽ... നട്ടു ഉള്ളിന്റെ ഉള്ളിൽ ആലോചിക്കുന്നു. ഈ മനുഷ്യൻ വഴങ്ങാൻ പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? എന്റെ എരുമയെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ. അല്പം ആലോചിച്ച ശേഷം നട്ടുവിന്റെ മനസ്സിൽ ഒരു മാർഗം തെളിയുന്നു. അയാൾ ആ മനുഷ്യനോട് പറയുന്നു, എന്നാ ശരി, ആയിക്കോട്ടെ. ഇതാ പിടിച്ചോ എരുമയുടെ കയറ്. നട്ടു അയാളെ എരുമയുടെ കയറേൽപ്പിക്കുന്നു. എന്നിട്ട് അല്പം വിഷമത്തോടെ പറയുന്നു, ചേട്ടാ, ഇപ്പോഴീ എരുമ ചേട്ടൻ്റെതായി. ചേട്ടന് ഇതിനെ കൊണ്ടുപോകാം. ആ മനുഷ്യൻ നട്ടുവിന്റെ ഈ ശാന്തമായ പെരുമാറ്റത്തിൽ പ്രഭാവിതനാകുന്നു. എരുമയെ നൽകുന്നതിന് നട്ടു ഇത്രയും ശാന്തനായത് എങ്ങനെയെന്ന് അയാൾ മനസ്സിലാക്കുന്നതിന് മുൻപേ നട്ടു വീണ്ടും പറയുന്നു, ചേട്ടാ, എരുമ ചേട്ടൻ്റെതായി കഴിഞ്ഞല്ലോ. പക്ഷേ ഞാനിങ്ങനെ വെറും കൈയോടെ വീട്ടിൽ പോകുന്നതിൽ അല്പം പന്തികേട് തോന്നുന്നു. നട്ടുവിന്റെ വാക്കുകൾ കേട്ടിട്ട് അയാൾ പറയുന്നു, അപ്പൊ നിനക്ക് എന്താണ് വേണ്ടത്? ചേട്ടൻ എൻ്റെ എരുമയെ കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് പകരമായി ചേട്ടൻ്റെ ഈ വടി ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോ എനിക്കും പന്തികേട് തോന്നുകയില്ല. മനുഷ്യൻ ഉള്ളിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നു. ഇപ്പോഴീ എരുമയെ എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഈ വടി എനിക്ക് എന്ത് ചെയ്യാനാ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ നട്ടുവിന് തന്റെ വടി കൊടുക്കുന്നു. നട്ടുവിന്റെ കയ്യിൽ വടി കിട്ടിയ ഉടനെ അയാളുടെ ഭാവം മാറുന്നു. നട്ടു അയാളോട് പറയുന്നു, എടാ തെമ്മാടി, എരുമയുടെ കയറിങ്ങുതാ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ തലമണ്ട തകർക്കും. നട്ടുവിനെ പോലെ മനുഷ്യനും പേടിക്കുന്നു. ഏത് വടിയുടെ ബലത്തിലാണോ അയാൾ എരുമയെ തട്ടിയെടുത്തത്, അതിപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അയാൾക്ക് തന്റെ വിഡ്ഢിത്തം ബോധ്യമാകുന്നു. അയാൾ ഒന്നും മിണ്ടാതെ എരുമയുടെ കയറ് നട്ടുവിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് വിഷമത്തോടെ നട്ടുവിനോട് പറയുന്നു, പ്രിയ പാർക്കാര, ഇതാ നീ നിന്റെ എരുമയെ പിടിച്ചോളൂ.
എന്നിട്ട് എന്റെ വടി എനിക്ക് തിരികെ താ. നട്ടുവിന് അറിയാമായിരുന്നു വീണ്ടും ആ വടി അയാളുടെ കയ്യിൽ കൊടുത്താൽ ഒരിക്കൽ കൂടി തന്റെ എരുമ തനിക്ക് നഷ്ടപ്പെടുമെന്ന്. അയാൾ മനുഷ്യനോട് പറയുന്നു, ഏത് വടി? എന്ത് വടി? എടാ പമ്പര വിഡ്ഢി, നീ കേട്ടിട്ടില്ലേ? വടി ആരുടെയോ എരുമ അവൻ്റേത് തന്നെ. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നൊന്നും മിണ്ടാതെ പോയിക്കോളണം. ഇത് കേട്ടപാടെ ആ മനുഷ്യൻ അവിടെ നിന്ന് പോകുന്നു. നട്ടു തന്റെ ബുദ്ധിശക്തി കൊണ്ട് എരുമയെ രക്ഷപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നാം എപ്പോഴും വിവേകപൂർവം പ്രവർത്തിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.